ഹലോ നമസ്കാരം ഏവർക്കും മാർട്ടിൻസ് മാജിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് വീട്ടിൽ. കേരളത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് വളരെ ഭീതിജനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഡെയിലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ, പ്രളയം, പ്രളയത്തിൻ്റെ കെടുതികൾ തുടങ്ങിയ കാര്യങ്ങൾ. ഒരുപാട് പേര് മരിച്ചു പോവുകയും ഒരുപാട് പേർക്ക് ദുരിതം അനുഭവിക്കുകയും ഒരുപാട് പേർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവർക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂടാതെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ഡാം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ വാളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാമിനെ പറ്റിയുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രളയത്തിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന പ്രളയത്തിന്റെ സാഹചര്യങ്ങൾ ഒന്നാമത് ആഗോളതാപനം എന്നുള്ളത് തന്നെയാണ്. വെള്ളം കൂടുന്നു. കടലോര പ്രദേശങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈ കേരളത്തിൽ വലിയ മഴമേഘങ്ങൾ രൂപപ്പെടുകയും ഈ വലിയ മഴമേഘങ്ങൾ മലകളിൽ തട്ടി അതൊരു വലിയ മഴയായി പെയ്ത് വെള്ളമായി താഴെ ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ വലിയ മഴത്തുള്ളികളാണ്. ഇപ്പം ചെറിയ മഴത്തുള്ളികൾ, നൂല് പോലെയുള്ള മഴത്തുള്ളികളുടെ കാലം കഴിഞ്ഞിട്ട് വലിയ മഴത്തുള്ളികൾ പെയ്യുകയും അതൊരു വലിയ പ്രദേശത്തെ ഒന്നാടെ ഇടിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ഖനനങ്ങൾ നടത്തുമ്പോൾ ഈ പ്രകൃതി ലോലമായിട്ട് മാറുകയാണ്. പ്രകൃതി ലോലമായിട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്തെ മണ്ണിന് സാന്ദ്രത, അതായത് വെള്ളത്തെ താങ്ങി നിർത്താനുള്ള ശേഷി ഇല്ലാണ്ടായി പോവുകയും അതൊന്നാടെ ഇടിഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, താഴെയുള്ള പ്രദേശങ്ങൾ വെട്ടിനിർത്തിയ അല്ലെങ്കിൽ മരങ്ങളെല്ലാം വെട്ടിനിർത്തിയ പ്രദേശങ്ങളിലായിരിക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുകൾ ഒരുപാട് ഉണ്ടാവുക. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക, അതിന് അനുമതികൾ കൊടുക്കാതിരിക്കുക, ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുക. കൂടാതെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദൈവം മാറി നിൽക്കാനായിട്ടും ശ്രദ്ധിച്ച് നിൽക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അതിന് മുൻകരുതലുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി വിണ്ട് കീറുന്നതായിട്ടും തൂണുകൾ, വൈദ്യുത പോസ്റ്റുകളൊക്കെ ചരിഞ്ഞു വരുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ തെളിഞ്ഞു വരുന്ന അരുവികൾ മുകളിൽ നിന്ന് ഒഴുകി വരുന്നതിനകത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചെളിവെള്ളം കലങ്ങിയതുപോലെയുള്ള ആ ഒരു പ്രതിഭാസം നിങ്ങൾ കാണുകയാണെങ്കിൽ മുകളിൽ മണ്ണിൽ ചെളി നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അത് മുമ്പിലേക്ക് വരാം എന്നുള്ളൊരു സാധ്യത നിങ്ങൾ കണക്കിലെടുത്ത് അവിടുന്ന് മാറിപ്പോകേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എത്രമാത്രം നമ്മൾ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാല, റാന്നി പോലെയുള്ള ഹൈ റേഞ്ചിൽ നിന്ന് നമ്മൾ കണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും വെള്ളം എത്തിയിരിക്കുകയാണ്. അവിടെ ആ നഗരങ്ങളെ മുക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് അവിടെ വെള്ളം പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം വരുമ്പം വെള്ളം ഒന്ന് ഗ്രാജുവലി പൊങ്ങിയ വരും. അതായത് നമുക്ക് മനസ്സിലാവും ഇന്ന ദിവസം കൊണ്ട് ഇത്ര സമയം വരെ, അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് ഇത്ര പൊക്കമേ വരുള്ളൂ, നമുക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാവും. പക്ഷെ എന്നാൽ റാന്നി, പാല തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വന്നു, പെട്ടെന്ന് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവിടെ മുഴുവൻ മുക്കിക്കളയുന്ന രീതിയിൽ. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു ബക്കറ്റിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയുകയും അതേസമയം അതേ വെള്ളം നിങ്ങളൊരു വലിയ ഒരു ചരുവത്തിനകത്താണ് ഒഴിക്കുന്നതെങ്കിൽ അത് അത് മീൻസ് ഒരുപാട് വലിയ കിളത്തം കാണിക്കാതിരിക്കുകയും ചെയ്യും. അതായത് വിസ്തൃതിയുള്ള സ്ഥലത്തിന് സത്യം പറഞ്ഞാൽ കുറച്ച് പതുക്കെ നിറയുള്ളൂ. പാല പോലുള്ള സ്ഥലങ്ങളിൽ, മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, കുന്നുകളാൽ, ഉയരമുള്ള സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടെന്ന് വെള്ളം നിറയുകയും അവിടേക്കാണ് പെട്ടെന്ന് വെള്ളം ഇരച്ച് കയറി ലോക്കാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളങ്ങൾ പൊങ്ങുന്നത്. അടുത്തതായിട്ട് നോക്കേണ്ടത് രക്ഷാപ്രവർത്തനത്തിനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ദുരിതം അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പാനിക്കാവരുതെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാനിക്കാവാതിരിക്കുക. നിങ്ങൾ ബന്ധുക്കളെ അല്ലെങ്കിൽ കാര്യങ്ങളെ, നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ പറ്റുന്നവരെയൊക്കെ ഈ ഒരു വിവരം അറിയിക്കുക. ഇപ്പോൾ ഫോണിൽ അലേർട്ട് ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധാലുവായിട്ടിരിക്കുക. പിന്നെ കൂടാതെ പ്രായമുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രായമുള്ള ആൾക്കാരെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. നിങ്ങൾക്ക് രക്ഷിക്കാൻ ആൾ വരുന്നിടം വരെ നിങ്ങൾ അതിനായിട്ട് ഗവൺമെൻറ് പറയുന്ന ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ, എല്ലാവരും പറയുന്നതല്ല, ഗവൺമെൻറ് പറയുന്ന പോലെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ, ഇങ്ങനെയുള്ള സമയത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊരു മെഡിക്കൽ കിറ്റ് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും കരുതി വെക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യ മരുന്നുകൾ, ഒരു ടോർച്ച്, ഒരു ബാറ്ററി, അല്ലെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ്, ആ ഒരു കിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കരുതി വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് എടുക്കേണ്ട സാധനങ്ങളും കരുതി വെക്കുന്നത് എപ്പോഴും ഉപകാരമായിരിക്കും. കാരണം ഏത് നിമിഷം എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ
സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വീട് വിട്ടു പോവുകയാണെങ്കിൽ അവയെ അഴിച്ചു വിടുക, അത് രക്ഷപ്പെട്ടോളും. അപ്പോൾ അതുകൊണ്ട് അവയെ അഴിച്ചു വിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നടന്നു വരുന്ന വഴികളിലോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിൽ കുഴികളുണ്ടാവാം, കിണറുകളുണ്ടാവാം. അതുകൊണ്ട് കയ്യിലൊരു വലിയ വടി കരുതി വെച്ചേക്കും. ഇതൊക്കെ ഒരു മഴക്കാലത്ത് പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരു മഴക്കാലം വരുമ്പോൾ എടുത്തു വെക്കുന്നത് രാസനാദിപ്പൊടിയും അല്ലെങ്കിൽ പനിക്ക് പ്രിവെൻഷനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കരുതി വെക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് കേരളം സമീപകാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രക്ഷാപ്രവർത്തനത്തിൽ പോകുന്നവരാണെങ്കിലും രക്ഷിക്കപ്പെട്ട് വരുന്നവരാണെങ്കിലും ദുരിതത്തിൽപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. കയത്തിൽ നിലയില്ലാ കയത്തിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകളിൽ വലിയ വടികളും അത് കുത്തി ഊന്നി നിങ്ങൾ നോക്കി പോവുക. കറണ്ടുകൾ, മെയിൻ സ്വിച്ചുകൾ നിങ്ങൾ ഓഫാക്കി ഇടുക. കറണ്ടിൻ്റെ പാസേജ് എങ്ങാനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കറണ്ടിൻ്റെ ലൈൻ കാര്യങ്ങൾ ഓഫ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ദുരന്തം നടക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് സന്ദർശിക്കാനായിട്ട് പോകാതിരിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട് രക്ഷപ്പെടുത്താനെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പ്രദേശത്തേക്ക് പോയി മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ പോയി കാഴ്ചക്കാരായിട്ട് നിൽക്കുകയോ ചൂണ്ടയിടാൻ പോവുകയോ അല്ലെങ്കിൽ പുഴയിൽ ഒഴുകി വരുന്ന തേങ്ങ എടുക്കാനോ അല്ലെങ്കിൽ വാഴക്കുല വെട്ടാനോ തടി പിടിക്കാനോ ഒക്കെ പോയി സിനിമയിൽ കാണുന്ന സാഹസികതയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെയും രക്ഷാപ്രവർത്തകരെയും അവിടെ നിൽക്കുന്ന ദുരിതത്തിൽപ്പെട്ടവരെയും ഒരുപോലെ ദുരന്തത്തിലാക്കുന്ന ഒരു കാര്യമായിരിക്കും. മരണസംഖ്യ കൂടാൻ ഇടയാവും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇതൊരു വലിയ ശക്തിയാണ്. അതിനോട് കളിക്കാൻ നിൽക്കാതെ ആ ഒരു സമവായത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ അതിനകത്ത് രക്ഷപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു സേഫ് സോണിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നിങ്ങൾ വാഹനങ്ങളാണെങ്കിലും ഇച്ചിരി ഉയരമുള്ള പ്രദേശങ്ങളിലൊക്കെ നിർത്തിയിടുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാവുന്ന പ്രിവെൻഷനൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എടുക്കുക. മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഈ വേളയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന 130 വർഷം പഴക്കം ചെന്ന ഒരു ഡാമാണ്. ഈ ഒരു ഡാം കേരളത്തിന് തലയ്ക്ക് മുകളിൽ ഒരു വലിയ ജലബോംബായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതിന്റെ താഴെ ഒരുപാട് ഡാമുകൾ നിൽക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇടുക്കി ഡാമിൽ എത്താറുണ്ട്. ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം താഴേക്ക് എത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രളയ സാഹചര്യങ്ങളിൽ അലേർട്ടുകൾ നോക്കി നിൽക്കുക. ഏത് സമയത്ത് ഡാം തുറക്കാം, ഇങ്ങനെയുള്ള ഡാമിന്റെ പ്രദേശങ്ങളിൽ അതിന്റെ വെള്ളം വരുന്ന പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ വരുമായിരിക്കാം. വെള്ളപ്പൊക്കം വന്നാൽ ഇവിടെയൊക്കെ വരുമായിരിക്കാം. അങ്ങനെയുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അലർട്ടായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ഓപ്ഷനോടെ നിങ്ങൾ നോക്കി വെക്കാം. അപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി പറയുകയാണെങ്കിൽ 130 വർഷം പഴക്കം ചെന്ന ഈ ഒരു ഡാം വലിയൊരു ബോംബായിട്ട് മാറി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, എപ്പം പൊട്ടും എന്നറിയാതെ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞ ഒരു വലിയ മഴ വരുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ വലിയ ഭീതിയുണ്ട് എന്നുള്ളത് മുൻനിർത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വലിയ ആൾക്കാർ, അതായത് ഒരുപാട് വലിയ ശതമാനം 75% ആൾക്കാരോളം വേണമെങ്കിൽ പറയാം, അവർ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് ഡാമേജുകൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് എന്തൊരു ആശ്വാസം കണ്ടെത്താം, എന്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സത്യം പറയാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ സുർക്കി മിശ്രിതം ആണ്, അത് കംപ്ലീറ്റ് ഒലിച്ചു പോയി എന്ന് പറയുന്നവരുണ്ട്. അതിൽ വലിയ ഗർത്തങ്ങളുണ്ട്, അതിലൊരു ലോറി കയറ്റിയിടാൻ പാകത്തിന് ഗർത്തമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ബേബി ഡാമിന് തീർച്ചയായിട്ടും ഒട്ടും കനവില്ല, അത് വേഗം തകർന്നു പോകാമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പാനിക് സിറ്റുവേഷനിൽ ഈ ഒരു സമയത്ത് എല്ലാവരും കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊട്ടസ്റ്റ് മാത്രമാണ്, വേറൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ CJP പോലെയുള്ള പാർട്ടിക്ക് ഇവരെ മെയിൽ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ ഇടപെടുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് ചുറ്റും താഴെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാൻ ഈ ഒരു സമയം ഉപകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ളൊരു പ്രൊട്ടസ്റ്റ് ചിലപ്പോൾ വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായേക്കും. കാരണം ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച്. മുല്ലപ്പെരിയാറിനെ പറ്റി പഠനം നടത്തണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവായിരുന്നു. അപ്പോൾ ആ ഒരു ഉത്തരവിൻ്റെ സമയകാലാവധി കൊടുത്തേക്കുന്നത് 2 വർഷത്തിനുള്ളിൽ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത്. ഒരു ദുരന്തമോ ഒരു ടെററിസ്റ്റ് അറ്റാക്കോ ഉണ്ടായാൽ ഗവൺമെൻറ്, കേന്ദ്രസേന ഉൾപ്പെടെ ഒന്നാടെ ഇരച്ചു വരുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു പഠനം നടത്താൻ 2 വർഷം എന്തിനാണെന്നുള്ളതാണ് സാധാരണക്കാരന്റെ ചിന്താഗതിയിൽ നിന്നുണ്ടായതൊരു തോന്നൽ. ഈ 2 വർഷം കൊണ്ട് പഠനം നടത്താൻ വേണ്ടി ഈ മുല്ലപ്പെരിയാർ അവിടെ നിന്നു കൊടുക്കുകയല്ലേ, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ 2 വർഷം കൊണ്ട് പഠനമൊക്കെ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പാകത്തിനുള്ള ഒരു ഡാമും അല്ല അത്.
അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. വി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ വന്നപ്പോഴും വിജയുടെ സർക്കാർ തമിഴ്നാട്ടിൽ വന്നപ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു. പുതിയ എന്തോ ഒന്നും നടക്കാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ അതിനെ എല്ലാത്തിനും തകിടം മറിച്ചുകൊണ്ട് വീണ്ടും വിജയ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് മുമ്പുണ്ട ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താണോ അത്രയും തന്നെയാണ് ഞങ്ങൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ പറയുന്നത്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ബാക്കി എന്ത് കാര്യത്തിൽ വേണമെങ്കിലും അതിർത്തിയിൽ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം അവർ പറയുന്നു, ഒരു നീക്കമൊക്കെ അവർ പറയുന്നു, നമ്മളെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നുമില്ല. ഇത് തമിഴ്നാടിന്റെ കയ്യിലാണ്. കേരളത്തിന്റെ ഡാമാണെങ്കിലും ഇത് തമിഴ്നാടിന്റെ കയ്യിലാണ്. ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് വശങ്ങൾ നോക്കാം. ഒരുപാട് ആൾക്കാർ ഒരു മാനസിക ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പാനിക്കാവുന്നതിലുപരിയായിട്ട് അവർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകരിക്കുന്നെങ്കിൽ ഉപകരിക്കട്ടെ എന്നുള്ളത് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് അയച്ചും കൊടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സ്ട്രോങ് ആയിട്ട് പറയുന്നു മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ കേട്ടിടത്തോളം, ഞാൻ ഇങ്ങനെ അറിഞ്ഞ് വന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ട് എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലൊരുപാട് വലിയ റെഫറൻസ് ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ തോന്നലുണ്ടാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ തോന്നിയ കാര്യങ്ങളെ പറ്റി, ഈ പഠിച്ച കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വാസ്തവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും മുല്ലപ്പെരിയാറിന് മുമ്പായിട്ട് 1 കിലോമീറ്റർ മുമ്പായിട്ട് ഒരു തടയണ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ തടയണ ഉള്ളത് കൊണ്ട് വലിയ അടിയൊഴുക്ക് വന്ന് ഇങ്ങോട്ട് അടിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ആശ്വസിക്കാൻ ഒരു കാരണം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു സംഭവം കൂടിയാണ് അത്. അപ്പോൾ രണ്ടാമതായിട്ട് അവർ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ RCC ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് ക്യാപ്പിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന മുല്ലപ്പെരിയാർ ഡാമല്ല, ശരിക്കും പറഞ്ഞാൽ അത് 2 വശത്തേക്ക് നിൽക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഈ ഒരു ഗ്രാവിറ്റി ഡാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭൂഗുരുത്വ ബലമായിട്ട്, അതായത് താഴേക്ക് അമർന്നിരുന്നിട്ട് ആ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. RCC ക്യാപ്പിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ, ആ സ്ട്രക്ചറിൻ്റെ മുകളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി താഴെ പാറയോട് ചേർന്ന് ഈ ഒരു ദ്വാരങ്ങൾ ചെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കോൺക്രീറ്റ് ഒഴിച്ച് ക്യാപ്പിംഗ് ചെയ്യുന്ന രീതിയാണ്. അതിലേക്ക് വലിയ കമ്പികൾ ഇട്ട് ഉറപ്പിച്ച് അത് താഴത്തെ ആ പാറയോട് ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് RCC ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഘടനയിൽ വന്നേക്കുന്ന പ്രത്യേകിച്ച് ഒരു കോണായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ആ ഒരു ഷേപ്പ്, മണ്ടക്കത്തെ ഷേപ്പ് ഉണ്ടാക്കിയേക്കുന്നത് RCC ക്യാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കുറച്ചുകൂടെ കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വാദം തമിഴ്നാട് ഉന്നയിക്കുന്നത് കൊണ്ടാണ് കുറച്ച് നാളൂടെ ഈ ഒരു കേടുപാടുകൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നതെന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത് കണ്ടെത്തുന്ന ഒരു കാര്യം. കാരണം RCC ക്യാപ്പിംഗ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ വെയിറ്റ് ആ ഒരു ഭൂഗുരുത്വാകർഷണ ഡാമിനെ വീണ്ടും താഴേക്ക് പിടിച്ചിരുത്തുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് തമിഴ്നാട് ഉന്നയിക്കുന്ന വാദം. എങ്കിൽ പോലും കോടതി ചോദിച്ചിട്ടുണ്ട്, കാലപ്പഴക്കം കഴിഞ്ഞൊരു ഡാമിനെ വീണ്ടും നിങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ന്യായീകരണമാണ് പറയുന്നത് എന്നുള്ളത് കോടതി അവരോട് ചോദിച്ചിട്ടുണ്ട്, തമിഴ്നാടിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം 40 വർഷം മാത്രം ലൈഫുള്ള ആ ഒരു ഡാമിനെ അവർ അതിന് പല മടങ്ങ് ഇരട്ടിയോളം ശരിക്കും കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങൾ കാരണം എന്താണ് കാണുന്നത് എന്നുള്ളതാണ് കോടതി അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആശ്വസിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഈ RCC ക്യാപ്പിംഗ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ഡാമിൻ്റെ വെള്ളം നിൽക്കുന്ന പ്രദേശത്ത് ഒരുപാട് ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട്, എക്കലടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു എക്കലടിഞ്ഞ് കൂടിയിട്ട് ഇതൊരു കൊഹിഷൻ ബലം പ്രകാരം ഇതൊരു വലിയ ഒരു ഇപ്പം ചെളി നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ കാണാം, നമുക്ക് മണ്ണ് വരുന്നത് പോലെ ഒരു തരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊരു വലിയ കട്ടയായിട്ട് മാത്രമേ ചെളി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച പോലത്തെ ചെളി അവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പം വരില്ല എന്നുള്ള രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വലിയ വെള്ളം നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുല്ലപ്പെരിയാർ എത്തിക്കഴിഞ്ഞാൽ ആ മുല്ലപ്പെരിയാറിലെ വെള്ളം അധിക ജലമായിട്ട് തമിഴ്നാട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് അവരിടയ്ക്ക് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ. എങ്കിൽ പോലും ഈ ഒരു ഡാം തുറന്നു വിടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഭയങ്കരമായിരിക്കും. ഇനി അടുത്തൊരു ഓപ്ഷനോടെ നോക്കിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡാമിൻ്റെ സർവ്വജലവും താങ്ങാൻ ശേഷിയുള്ളൊരു ഡാമാണ് ഇടുക്കി ഡാം എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ശരിക്കും അത് വാസ്തവം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ താങ്ങാൻ കഴിയത്തുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മണ്ണും കല്ലും കട്ടയും എല്ലാം കൂടെ വരുന്ന വണ്ടിയും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളോട് വരുന്ന വെള്ളമായിരിക്കും. അതൊരു കാരണവശാലും ഇടുക്കി ഡാം താങ്ങുമെന്നുള്ള പ്രതീക്ഷയില്ല. എങ്കിലും നമ്മൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ആ ഒരു പോയിന്റ് കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുള്ളത്. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴെയുള്ളവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇടുക്കി ഡാം വരെയുള്ള ആ ഒരു ദൂരത്താണെങ്കിലും അതിൻ്റെ ഇടയിലും
ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് ജന്തുജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവന് അത് ആപത്താണ്. അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിനൊന്നും സംഭവിക്കരുത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ കേരളീയൻ്റെയും ഓരോ ഭാരതീയൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ ആശ്വസിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കാം. കൂടാതെ തമിഴ്നാട് ഇത്രയും സ്ട്രോങ് ആയിട്ട് അതിനൊന്നും പറ്റില്ല എന്നുള്ള ധാരണയിൽ നമ്മളോട് പറയുന്നതിന് ഒരർത്ഥം കൂടി കാണുമ്പോൾ അത് ശരിക്കും പറയുന്നില്ല, തമിഴ്നാടിന് അണ്ടറിൽ ഇരിക്കുന്നതാണ്, അവർക്കറിയാം അവിടെ എക്സാക്ട് എന്താ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ധൈര്യമായിട്ട് പറയുന്നത് ഒന്നും സംഭവിക്കില്ല. കാരണം മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് തമിഴ്നാട് ജനതയെ കൂടെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടാതെ അവർ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരതിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് അവരുടെ വാക്കിനെ അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം. എങ്കിൽ പോലും ഇതിനകത്ത് ഇനി മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ പോലും ശരിക്കും ഒരു വലിയ യുദ്ധം പോലും നമ്മൾ മുമ്പിൽ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല വീഡിയോകൾ കാണുമ്പോഴും ഇപ്പോൾ ആസാമിൽ ഭയങ്കരമായിട്ട് പ്രളയമുണ്ടായി, കഴിഞ്ഞ ആഴ്ച ഭയങ്കര ദുരന്തമുണ്ടായി, ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചു, ഒരുപാട് പശുക്കളും മൃഗങ്ങളൊക്കെ ചത്തുപോയി, അപ്പം മനുഷ്യർ ഒരുപാട് മരിച്ചുപോയി. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആസാം പ്രശ്നത്തിൽ നിൽക്കുന്നു, കേരളം പ്രശ്നത്തിൽ നിൽക്കുന്നു, കേരളത്തിലുള്ള സദേൺ നേവൽ സ്പേസിൻ്റെ ആ ഒരു സ്ഥലം പ്രശ്നത്തിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ചൈനയ്ക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കും അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ. അപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാം. ഈ ഒരു മഴക്കാലത്ത് നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, കുഴപ്പങ്ങളൊന്നും കൂടാതെ ഒരു വിധ ആപത്തുകളിലും ചാടാതെ ഇരിക്കുക, അതിനുവേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുക, രണ്ടെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് യാചിച്ചപേക്ഷിക്കുക, നമുക്ക് ഈ ഒരു വർഷം കൂടും അല്ലെങ്കിൽ അടുത്തൊരു വർഷം കൂടും നമുക്ക് ഈ ഒരു സംഭവത്തിന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി തരണേ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളേന്ന്. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടം ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.